കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടി കോൺഗ്രസ് അധികാരത്തിലേക്ക്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായേക്കുമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നൽകിയിരിക്കുന്ന വിവരം. എംഎൽഎമാരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? അതായത് നമുക്കറിയാം, നേരത്തെ തന്നെ സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ശിവകുമാറും തമ്മിലുള്ള ഒരു ഉൾപ്പോര് കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. ആരായിരിക്കും മുഖ്യമന്ത്രിയായി വരിക? ഇന്ന് നിർണായക യോഗം ചേരുകയാണ്. ഏറെ വലിയ ഒരു വിജയം, ചരിത്ര ഭൂരിപക്ഷത്തോടെയുള്ള വിജയത്തിന് ശേഷം ഇപ്പോൾ കോൺഗ്രസിന്റെ മുമ്പിലുള്ള അടുത്ത ഒരു കടമ്പ എന്ന് പറയുന്നത് ആരാകണം മുഖ്യമന്ത്രി എന്നതാണ്. രണ്ട് പേരുകളാണ് പ്രധാനമായും കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ളത്. അതൊന്ന് KPCC അധ്യക്ഷൻ DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഈ രണ്ട് പേരുകളാണ് മുന്നിലുള്ളത്. രണ്ടു പേരും ഈ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ MLA-മാരുടെ പിന്തുണ, ജയിച്ചവരിൽ കൂടുതൽ MLA-മാരുടെ പിന്തുണ സിദ്ധരാമയ്യക്കാണ് നിലവിൽ ഉള്ളതെന്നാണ് അറിയുന്നത്. മാത്രമല്ല, DK ശിവകുമാറും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലുള്ള ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഈ രണ്ടുപേരെയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടക്കുന്നത്. ഒരു ഫോർമുല കൊണ്ടുവന്ന ശേഷം രണ്ടുപേർക്കും ഈ 5 വർഷം 2 ടേമുകളായി നൽകാം എന്നുള്ളൊരു ആലോചന ഇന്നലെ മുതൽ തന്നെയുണ്ട്. കാരണം രണ്ടുപേർക്കും ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലുള്ള ആ ഒരു അവകാശം, അല്ലെങ്കിൽ അവരുടെ ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നിലെ രണ്ടുപേരുടെയും ആ ഒരു ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനാവാത്തൊരു സാഹചര്യം ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. ആ സാഹചര്യത്തിൽ രണ്ടുപേരെയും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം ഇനി ഒരു തർക്കത്തിലേക്ക് പോകുന്നത് കോൺഗ്രസ് ആലോചിക്കുന്നില്ല. അത്തരമൊരു തർക്കം കോൺഗ്രസ് ആഗ്രഹിക്കുന്നുമില്ല. കാരണം ഇത്രയും വലിയൊരു വിജയമാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തർക്കത്തിലൂടെ പോയി, അല്ലെങ്കിൽ അത് വലിച്ചു നീട്ടി ആരാവണം മുഖ്യമന്ത്രി എന്ന കാര്യം ഇങ്ങനെ വലിച്ചു നീട്ടി തീരുമാനത്തിലേക്ക് പോകുന്നതൊക്കെ ആ വിജയത്തിന്റെ ശോഭ കെടുത്തുമെന്നൊരു കാര്യം, ഒരു വിലയിരുത്തൽ കൂടി നേതൃത്വത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നിലവിലത്തെ ഒരു രീതി. ഏതായാലും സിദ്ധരാമയ്യക്ക് വേണ്ടിയാണെങ്കിലും അതുപോലെ തന്നെ DK ശിവകുമാറിന് വേണ്ടിയാണെങ്കിലും അവിടെ ഒരു വാദം ഉണ്ട് എന്നുള്ളതാണ്. DKയും അടക്കമുള്ള നേതാക്കളും അതിനുവേണ്ടി സമ്മർദ്ദം തുടരുന്നുണ്ട്. ഏതായാലും വൈകിട്ട് 5:30-ക്കാണ് ഇന്ന് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്, MLA-മാരുടെ യോഗം ചേരുന്നത്. ആ യോഗത്തിൽ ഒരുപക്ഷെ ആരായിരിക്കണം നിയമസഭാ കക്ഷി നേതാവ്, മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതിനു മുമ്പ് ഹൈക്കമാൻഡിന്റെ നേതാക്കളും അതുപോലെ തന്നെ സിദ്ധരാമയ്യ അടക്കമുള്ള ആളുകളുമായും സംസാരിക്കുന്നുണ്ട്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതുപോലെ തന്നെ രൺദീപ് സിംഗ് സുർജേവാല, കർണാടകയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല എന്നീ രണ്ട് നേതാക്കളും ഇപ്പോൾ ഈ നേതാക്കളായി സംസാരിക്കുന്നുണ്ട്. ഒരു സമവായത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പങ്ക് വെക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ആദ്യത്തെ ടൈമിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി പദം DK ശിവകുമാറിന് നൽകാമെന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏക ഉപമുഖ്യമന്ത്രി സ്ഥാനം, അതായത് ഒറ്റ ഉപമുഖ്യമന്ത്രി എന്ന ഒരു പോസ്റ്റും ഏറ്റവും സുപ്രധാനമായ വകുപ്പുകളും DK ശിവകുമാറിന് നൽകാമെന്നുള്ളൊരു ഫോർമുല കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് സംസ്ഥാനത്തൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഹൈക്കമാൻഡ് അക്കാര്യത്തിലേക്ക് തീരുമാനമെടുക്കും. ഹൈക്കമാൻഡ് തന്നെ ഒരു തീരുമാനമെടുക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഈ DK ശിവകുമാറിന് മുന്നിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കേസുകളാണ്. CBI കേസുകളുണ്ട്, ED കേസുകളുണ്ട്, വിവിധ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ BJP-യുടെ പരാജയം വലിയ ആഴത്തിലുള്ള ഒരു പരാജയമാണ്. അപ്പോൾ അവർ വലിയ അതൃപ്തിയിലാണ്. അപ്പോൾ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ ഈ കേന്ദ്ര ഏജൻസികൾ വീണ്ടും DK ശിവകുമാറിലേക്ക് എത്താനുള്ള സാധ്യത കോൺഗ്രസ് നേതൃത്വം കാണുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ഒരു വേട്ടയാടലിലേക്ക് പോകും, അത് സർക്കാരിനെ ബാധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി DK ആവേണ്ടതില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ടെന്ന ഒരു സൂചന അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ സിദ്ധരാമയ്യക്കായിരിക്കും. സിദ്ധരാമയ്യ വളരെ ആന്റണി, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ആന്റണി സൂചിപ്പിച്ചു, ഈ കേന്ദ്ര ഏജൻസികളൊക്കെ പിടിമുറുക്കാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ DK ശിവകുമാർ ഈ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് വരികയാണ് എങ്കിൽ. പക്ഷേ ശിവകുമാർ ഇപ്പോൾ ആ ഒരു സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആന്റണി, നമുക്കറിയാം, ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ സമയം മുതൽ തന്നെ ഈ വൊക്കലിംഗ
സമുദായക്കാരെ അത് അവരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ വൊക്കലിംഗക്കാരോട് DK ശിവകുമാർ ആവശ്യപ്പെട്ടിരുന്നു തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണം, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി അത്തരത്തിലുള്ള ചില നിലപാടുകൾ കൈക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ DK ശിവകുമാറിനെതിരായി ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് എങ്കിൽ അത് തീർച്ചയായും ഈ വൊക്കലിംഗക്കാരെ അതൊരു രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയല്ലേ? കാരണം ഇപ്പോൾ ഇതൊരു അഭിമാന പ്രശ്നം കൂടിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിന്. നിലവിൽ ഇതൊരു സമവായം എന്നൊരു ഇത് മാത്രമാണ് നിലവിലുള്ള മുന്നിലുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അതിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. പക്ഷേ ഈ MLA-മാരുടെ പിന്തുണ നിലവിൽ സിദ്ധരാമയ്യയ്ക്കുണ്ട്. സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പാണെന്ന്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ തർക്കങ്ങളില്ലാതെ അങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതാണ്. വൊക്കലിംഗ സമുദായത്തിന്റെ എതിർപ്പ് അറിയാം. മൈസൂർ മേഖലയിൽ വൊക്കലിംഗ സമുദായത്തിന് ഏറെ സ്വാധീനമുള്ള മേഖലയാണ്. ആ മേഖലയിൽ വൻ വിജയമാണ് പാർട്ടി നേടിയത് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ ആ വൊക്കലിംഗ സമുദായത്തിന്റെ പ്രതിനിധിയാണ് DK ശിവകുമാർ. അപ്പോൾ അത് കാണാതെ പോകുന്നില്ല. പക്ഷേ ഈ രണ്ട് നേതാക്കളെയും ഒരു സാഹചര്യത്തിലും പിണക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് പാർട്ടിയുടെ നിലവിലെ ഈ വിജയത്തിന്റെ തിളക്കം കെടുത്തുന്ന ഒന്നായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ സമവായത്തിലൂടെയുള്ള ഒരു നീക്കമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. അതെങ്ങനെ ആവണം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. DK ശിവകുമാറിന്റെ വീടിന് മുന്നിൽ ഫ്ലെക്സുകളുണ്ട്. DK മുഖ്യമന്ത്രി ആവണമെന്ന് ആവശ്യപ്പെട്ട്, സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആവണമെന്ന് ആവശ്യപ്പെട്ട് സിദ്ധരാമയ്യയുടെ വീടിന് മുന്നിൽ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് മേഖലയിലും രണ്ടുപേരുടെയും അനുയായികൾ ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. രണ്ടുപേരും സമ്മർദ്ദത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിൽ ഒരു ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്താകും എന്നുള്ളതാണ് ഇനി നിർണായകമായി വരുന്നത്. കാരണം ഈ വിജയത്തിന്റെ ശോഭ കെടുത്തുന്നതൊന്നും തന്നെ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നില്ല. അതനുസരിച്ച് ഒരു തീരുമാനം, ഒരു സമവായം എന്നുള്ളത് തന്നെയാണ് നിലവിൽ മുന്നോട്ട് വെക്കുന്ന ഫോർമുല. ആ ഫോർമുല വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭദ്ര, ആന്റണി, ഇതൊരു പ്രശ്നം ഒരു രൂക്ഷമായ സാഹചര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ ഒരു ഇടപെടൽ അതിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ദേശീയ മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു. അതായത് രാഹുൽ ഗാന്ധി ഇടപെടാനുള്ള ഒരു സാധ്യത ഇതിൽ കാണുന്നുണ്ട് എന്നുള്ള തരത്തിൽ. ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, അതായത് ഹൈക്കമാൻഡിന് ഏറ്റവും കൂടുതൽ സ്വാധീനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് സിദ്ധരാമയ്യയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഈ സർവേ പോളൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സിദ്ധരാമയ്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു താരപദവി ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹൈക്കമാൻഡ് തീർച്ചയായും മുന്നോട്ട് വയ്ക്കുന്നത് സിദ്ധരാമയ്യയുടെ ഒരു പേര് തന്നെയായിരിക്കും. പക്ഷേ ഈ രാഹുൽ ഗാന്ധി എങ്ങനെയായിരിക്കും? അതായത് DK ശിവകുമാറിനോടായിരിക്കുമോ അതോ സിദ്ധരാമയ്യയുടെ അടുത്തായിരിക്കുമോ കൂടുതൽ ഒരു പരിഗണിക്കാനുള്ള ഒരു സാധ്യത? ഈ നിലവിൽ സോണിയാഗാന്ധി അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെ ദേശീയ അധ്യക്ഷൻ, ഇവരുടെ ഒരു പിന്തുണ DK ശിവകുമാറിന് ഉണ്ട്, അല്ലെങ്കിൽ ഒരു താല്പര്യം അവർക്കുണ്ട്. കാരണം നേരത്തെ ഇന്നലെയൊക്കെ കണ്ടതാണ്, ഈ തിഹാർ ജയിലിൽ സോണിയാഗാന്ധി വന്ന് കണ്ടതിൻ്റെ ഒക്കെ DK ശിവകുമാർ പറഞ്ഞിരുന്നു. വളരെ നിർഭരനായാണ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സോണിയയുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ DK ശിവകുമാർ പറഞ്ഞിരുന്നു. ആ ഒരു പിന്തുണ മല്ലികാർജുൻ ഖാർഗെയും നൽകുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഭാരത് ജോഡോ യാത്ര ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ഒരു സംസ്ഥാനമാണ് കർണാടക. ഏതാണ്ട് 12 ദിവസത്തിന് മുകളിലാണ് കർണാടകയിൽ സഞ്ചരിച്ചത്. കർണാടകയിൽ വിജയത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഭാരത് ജോഡോ യാത്രയാണ് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഭാരത് ജോഡോ യാത്രയിൽ സിദ്ധരാമയ്യയുടെ ഒരു സാന്നിധ്യം വളരെ വലുതായിരുന്നു. അദ്ദേഹം അത് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി തന്നെ അറിയാം ആ ജനസ്വാധീനം എത്രത്തോളമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുലിന് ചില താല്പര്യം സിദ്ധരാമയ്യയോട് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ താല്പര്യങ്ങൾക്കൊക്കെ അപ്പുറം ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. കാരണം പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കാതെ, ഈ വിജയത്തിന്റെ ശോഭ കെടുത്താതെ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിവിധ ഫോർമുലകൾ, പാക്കേജുകളൊക്കെ മുന്നോട്ട് വെക്കുന്നു. നേതാക്കളായി ഈ KC വേണുഗോപാലും അതുപോലെ തന്നെ രൺദീപ് സിംഗ് സുർജേവാലയും സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിൽ മുന്നോട്ട് പോകുന്ന ഒരു കാര്യം. ഇപ്പോൾ വൊക്കലിംഗ സന്യാസിമാരൊക്കെ ശിവകുമാറിന്റെ വീട്ടിലേക്ക് എത്തുന്ന കാഴ്ചയും ബംഗളൂരുവിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. വൈകിട്ട് 5:30 നിയമസഭാ കക്ഷി യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പാർട്ടിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ആയി മുന്നിലുള്ളത്. ഭദ്ര.
വ്യക്തമാണ് ആന്റണി ഈ ഒരു കാര്യത്തിൽ. അതായത് നമുക്കറിയാം ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ആ ഒരു കാര്യത്തിന് അറിയാനുള്ളത്. ആരായിരിക്കും ഇനി കോൺഗ്രസിൻ്റെ അമരക്കാരൻ, അല്ലെങ്കിൽ കന്നഡ മണ്ണ് ഭരിക്കാൻ പോകുന്നത് ഇനി ആരായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും വൊക്കലിംഗ സമുദായത്തെ വെറുപ്പിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. അതൊരു അഭിമാന പ്രശ്നം കൂടിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം സിദ്ധരാമയ്യ മുതിർന്ന ഒരു നേതാവാണ്. നമുക്കറിയാം കോൺഗ്രസ് തന്നെ പറഞ്ഞിട്ടുണ്ട് പഴയൊരു പടക്കുതിരയാണ് സിദ്ധരാമയ്യ എന്നുള്ളത്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയായിരിക്കും ഇന്ന് എത്താൻ പോകുന്നത്. ആന്റണി, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ BJPയുടെ തോൽവി എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു തോൽവിയാണ്. കാരണം ആകെ ഈ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് ഒരു സംസ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതുപോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല കോലാറിൽ ഇത്തവണ പിടിക്കാമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, അതുപോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയിൽ അല്പം ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ജയനഗറിലെ ആ ഒരു വിജയം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആ ഒരു വിജയത്തെ BJP ഇപ്പോൾ നോക്കിക്കാണുന്നത്? അവിടെ കഴിഞ്ഞ ദിവസം ഈ തർക്കങ്ങൾ ഉണ്ടായിരുന്നു കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട്. ആ കൗണ്ടിങ്ങിൽ തുടർന്നാണ് കൗണ്ടിങ് നിർത്തിവെക്കുകയും പിന്നീട് റീകൗണ്ടിങ്ങിലേക്കൊക്കെ പോവുകയും ചെയ്തത്. ആ കൗണ്ടിങ്ങിൽ 16 വോട്ടുകൾക്ക് BJP ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും BJPയെ സംബന്ധിച്ച് ആശ്വാസം പകരുന്ന ഒരു വിജയമാണ്. ഒരു സീറ്റ് കൂടി അവർക്ക് അധികമായി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. 16 വോട്ടുകളുടെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ തന്നെ ഈ കൗണ്ടിങ്ങിന്റെ സമയത്ത് തന്നെ ഈ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. തുടർന്നാണ് BJP ഏജന്റ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് റീകൗണ്ടിങ്ങിലേക്ക് പോയതും ഇപ്പോൾ ഒരു MLA 16 വോട്ടുകൾക്ക് അവിടെ വിജയിക്കുകയും ചെയ്തത്. BJPയുടെ സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ ലിംഗായത്ത് യെദ്യൂരപ്പ അറിയാം നമുക്ക്. ലിംഗായത്ത് സമുദായത്തിലെ ഏറ്റവും ശക്തനായ നേതാവാണ് BS യെദ്യൂരപ്പ. മുൻ മുഖ്യമന്ത്രിയൊക്കെയായ യെദ്യൂരപ്പ ഈ തെരഞ്ഞെടുപ്പിൽ ഒതുക്കിയത് തിരിച്ചടിയായി എന്നുള്ളൊരു വിലയിരുത്തൽ നിലവിൽ പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല സംഘടനാ തലത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായി എന്നുള്ളതും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനാ തലത്തിൽ ഒരു അഴിച്ചുപണിക്കുള്ള സാധ്യതകളും BJP കർണാടക ഘടകത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ യെദ്യൂരപ്പയും അതുപോലെ തന്നെ BL സന്തോഷും ഈ ചില തർക്കങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവും ചില നിലപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നുൾപ്പെടെ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും BJPയും തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. ഈ അതിൻ്റെ ആഘാതം, തോൽവിയുടെ ആഘാതം വളരെ വലുതായതുകൊണ്ട് തന്നെ ആ തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ BJPയും ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ വലിയൊരു അഴിച്ചുപണി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭദ്ര. ശരി ആന്റണി. എന്തായാലും കർണാടകത്തിൽ നിന്നും 2 പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഒന്ന്, കർണാടകത്തിൽ ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വൻ വിജയം നേടിയതിന് ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇന്ന് നിയുക്ത MLA-മാരുമായി ചർച്ച നടത്തുന്നുണ്ട്, യോഗം നടക്കുന്നുണ്ട്. അതിനുശേഷം ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളൊരു തീരുമാനം വരും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. മറ്റൊരു വാർത്ത കർണാടക മണ്ണിൽ നിന്ന് വരുന്നത് BJPക്ക് ഒരു അല്പം ആശ്വാസമായി ജയനഗറിൽ വിജയം കുറിച്ചിരിക്കുകയാണ് രാമമൂർത്തി എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസം DK ശിവകുമാർ അവിടെ റീകൗണ്ടിംഗ് വേണമെന്ന രീതിയിൽ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് കോൺഗ്രസിന് ചെറിയൊരു മങ്ങലും BJPക്ക് ചെറിയൊരു ആശ്വാസവുമായി ആ വാർത്തയും പുറത്തു വന്നിട്ടുള്ളത്. ഏതായാലും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ആന്റണി ജോർജ്.